പ്രിയപ്പെട്ടവരെ, സ്വിച്ച് ഓൺ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ വീഡിയോ 3ാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ ഡോക്ടർ കെ ശ്രീകുമാർ എഴുതിയ മഞ്ഞപ്പാവാട എന്ന കൊച്ചുകഥയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മഞ്ഞപ്പാവാട. മോളെ, വന്ന് ഊണ് കഴിക്കേ, അമ്മ കൊഞ്ചി പറഞ്ഞു. എനിക്ക് മഞ്ഞപ്പാവാട വേണം. അവൾ വാശി പിടിച്ചു. വാങ്ങിത്തരാം, ഇപ്പോ ഊണ് കഴിക്കേ, അമ്മ അവളെ സമാധാനിപ്പിച്ചു. എൻ്റെ പൊന്നുമോൾക്ക് അച്ഛൻ വാങ്ങിത്തരാം. അച്ഛനും പറഞ്ഞു നോക്കി. എനിക്ക് പാവാട നാളെ തന്നെ വേണം, തരുമോ? അവൾ കരച്ചിലിൻ്റെ ശക്തി കുറച്ചു. അച്ഛൻ അമ്മയുടെ മുഖത്ത് ദയനീയമായി നോക്കി. വാങ്ങിത്തരാം മോളെ, അച്ഛൻ്റെ അടുത്ത് കാശുണ്ടാവട്ടെ. അച്ഛൻ്റെ ശബ്ദം അല്പമിടറി. അവളെ ചേർത്ത് നിർത്തി നെറുകയിൽ തലോടിയപ്പോൾ അമ്മയുടെ കണ്ണു നനഞ്ഞു. നാളെ മോളുടെ പിറന്നാളല്ലേ, വന്ന് ഊണ് കഴിക്കേ. പിറന്നാൾ തലേന്ന് വയറു വിശന്ന് കിടക്കരുത്, അമ്മ വീണ്ടും പറഞ്ഞു. പിറന്നാളിന് എനിക്ക് മഞ്ഞപ്പാവാട ഇടണം. പാവാടയില്ലെങ്കിൽ പിറന്നാളും വേണ്ട. അവൾ മുഖം വീർപ്പിച്ചു. അമ്മ അച്ഛനെ നോക്കി. ആ നോട്ടം നേരിടാനാവാതെ അച്ഛൻ മുഖം തിരിച്ചു. അവൾ അത് കണ്ടു. മോള് വാ, നാളെ തന്നെ മോൾക്ക് പാവാട തരാം. മഞ്ഞപ്പാവാട ഇട്ടുകൊണ്ട് തന്നെ മോൾക്ക് പിറന്നാളുകാരിയാവാം. തീരുമാനമെടുത്തതുപോലെ അമ്മ പറഞ്ഞു. സത്യമായിട്ടും തരുമോ? അവൾ തലയുയർത്തി നോക്കി. അമ്മയുടെ മൂളലിൽ സംശയം തെല്ലുപോലും ഉണ്ടായില്ല. അവളുടെ മുഖം തെളിഞ്ഞു. മുഖം തുടച്ച് അവൾ അടുക്കളയിലേക്ക് ഓടി. അമ്മ അവിടെ പിഞ്ഞാണത്തിൽ വിളമ്പി വെച്ച ചോറ് സ്വാദോടെ അകത്താക്കി. അച്ഛനും അമ്മയും അത് നോക്കി നിന്നു. ആ കാഴ്ച അവരെ ഏറെ സന്തോഷിപ്പിക്കാറുള്ളതാണ്. എന്നാൽ ഇന്നെന്തോ അത് കണ്ടിട്ടും അവർക്ക് ഭാവമാറ്റമുണ്ടായില്ല. കയറ്റുകട്ടിലിൽ കുറേ നേരം കിടന്നിട്ടും അവൾക്ക് ഉറക്കം വന്നില്ല. കണ്ണടച്ചാലും തുറന്നാലും മുന്നിൽ പുത്തൻ മഞ്ഞപ്പാവാട മാത്രം. ഒരുപാട് കൊതിച്ച പാവാട തനിക്ക് കിട്ടാൻ പോകുന്നു. മഞ്ഞപ്പാവാടയും ഇട്ട് ഗമയിൽ വിലസുന്നത് മനസ്സിൽ കണ്ട് അവൾ കണ്ണടച്ചു കിടന്നു. അച്ഛനും അമ്മയും ഉറങ്ങിയിട്ടില്ല. അവരെന്താ പതിഞ്ഞ സ്വരത്തിൽ സംസാരിക്കുന്നുണ്ട്. അവൾ കാതോർത്തു. തൻ്റെ മഞ്ഞപ്പാവാടയെക്കുറിച്ച് തന്നെയാണ് അവരും പറയുന്നത്. പാവാട വാങ്ങാൻ പണമില്ലാത്തതിലാണ് അച്ഛൻ്റെ വിഷമം. നീ എന്തിനാ മോൾക്ക് വെറുതെ ആശ കൊടുത്തേ? അച്ഛൻ ചോദിച്ചു. മോളുടെ വിഷമം കാണാൻ വയ്യാത്തോണ്ടാ. അമ്മയുടെ ശബ്ദം പതറി. ഇനി നാളെ അവളോട് എന്തു പറയും? അച്ഛൻ ചോദിച്ചു. ഒന്നും പറയാതെ അമ്മ എഴുന്നേറ്റു. ജനൽപ്പടിയിൽ നിന്ന് മൺകുടുക്കയെടുത്തു. അമ്മയ്ക്ക് കിട്ടുന്ന ചില്ലറ പൈസ ഇട്ട് വെച്ചിരുന്ന മൺകുടുക്ക. എന്തിനാമ്മേ ഈ പൈസയൊക്കെ? അവൾ ചോദിക്കാറുണ്ട്. അതോ മോൾക്കൊരു അനിയനുണ്ടാവുമ്പോൾ അരഞ്ഞാണം വാങ്ങാനാ. അമ്മയുടെ മറുപടി ഇതാവും. നീ എന്തു ചെയ്യാൻ പോവാ? അച്ഛന് ഒന്നും മനസ്സിലായില്ല. വേണ്ട, മോളെ വിഷമിപ്പിക്കേണ്ട. മോൾക്ക് പാവാടക്കുള്ള പൈസ ഇതിലുണ്ടാവും. അമ്മ കുടുക്ക നിലത്തുടയ്ക്കാനായി ഉയർത്തി. അവൾക്ക് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു അത്. അവൾ ചാടി എഴുന്നേറ്റ് അമ്മയുടെ കൈത്തണ്ടയിൽ പിടിച്ച് പൊട്ടിക്കരഞ്ഞു.